ബിസിനസ്സിൽ പരാജയപ്പെട്ട നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ അയച്ചു കൊടുത്തിട്ട് പറയാം, ഇനിയും സമയമുണ്ട്. 6 മാസം മുമ്പാണ് ഞാൻ UK ഒരു ബിസിനസ് തുടങ്ങുന്നത്. HMRCനെ കോൺടാക്ട് ചെയ്ത് ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങണം എന്നിട്ട് രജിസ്റ്റർ ചെയ്തു. പൈസയൊന്നും ആയി ചിലവായിട്ടില്ല. ഡെക്കറേഷൻ മേഖലയിലാണ്, സൗത്ത് ഏഷ്യൻ കമ്മ്യൂണിറ്റിയാണ് കൂടുതൽ ഫോക്കസ് ചെയ്തത്. നമ്മൾ 6 മാസത്തോളം ബിസിനസ് ചെയ്തു, അതിനുശേഷം വൈൻഡപ്പ് ചെയ്തു. അതിൻ്റെ റീസൺ വേറൊന്നുമല്ല, നമുക്കത് കൂടുതൽ സാധ്യതകൾ ബിസിനസ്സിലില്ല എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ ടെസ്റ്റ് ഫീസാണ് ലോഞ്ച് ചെയ്തത്. 0 എമൗണ്ടിനാണ് തുടങ്ങിയത്. നമുക്ക് ഏകദേശം 15ഓളം എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു. 3 ഓർഡർ സക്സസ്ഫുള്ളായി ചെയ്തിട്ടുണ്ട്. ഒരു 400 പൗണ്ടോളം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഏകദേശം ഒരു 50,000. നമ്മൾ ഈ ഓർഡർ കിട്ടിയതിന് ശേഷമാണ് സാധനങ്ങളൊക്കെ വാങ്ങിച്ചത്. നമ്മളൊരു 10ഓളം കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്, വാട്സപ്പ് ഗ്രൂപ്പ് വഴിയാണ് അഡ്വർടൈസ്മെൻറ്റും കാര്യമൊക്കെ ഫ്രീ ആയിട്ട് ചെയ്തത്. ഇൻസ്റ്റാഗ്രാമിലൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറച്ച് പോസ്റ്ററും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ 3 വർക്ക് എടുത്തതിന് ശേഷം കുറേ കാര്യങ്ങളിരുന്ന് പഠിക്കാൻ പറ്റി. അതിനുശേഷം ബിസിനസ് ക്ലോസ് ചെയ്ത HMRCയിലൊക്കെ വിളിച്ച് പറഞ്ഞു. ബിസിനസ് ക്ലോസ് ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ ഓഡിയൻസിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലൊരു പാഠം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബിസിനസ് തുടങ്ങുക അല്ലെങ്കിൽ അത് പൂട്ടിപ്പോവുക വലിയ കാര്യങ്ങളൊന്നുമല്ല. ഒരു 6 മാസം കൊണ്ട് 1 രൂപ പോലും ചിലവില്ലാതെയാണ് നമ്മൾ ബിസിനസ് തുടങ്ങിയത്. അതിനുശേഷം ഒരു 100 പൗണ്ട് അസറ്റായിട്ട് നമ്മളെ കയ്യിലുണ്ടും താനും ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയും ചെയ്ത്, ഞാൻ സ്വന്തമായിട്ട് വർക്ക് ചെയ്തതിൻ്റെ സാലറിയും അതിൻ്റെ പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ കിട്ടുകയും ചെയ്ത്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ, ബിസിനസ് നമ്മൾ തുടങ്ങുക എത്രയും പെട്ടെന്ന് തന്നെ ചെറിയ രീതിയിൽ തുടങ്ങുക. പൈസ ഒന്നും സ്പെൻഡ് ചെയ്ത് ഒരു 6 മാസമൊക്കെ ടെസ്റ്റ് വേസ്റ്റായിട്ട് ലോഞ്ച് ചെയ്തൊക്കെ നടക്കുകയില്ലോ. അതിന് ശേഷം മാത്രം പൈസ മുടക്കുക എന്നുള്ളത്, അത്രയേ ഉള്ളൂ കാര്യങ്ങളൊക്കെ.